ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇത് ഞാൻ തയ്യാറാക്കുന്നത് ചേന വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കിലോ ചേന ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സ്റ്റവ് കത്തിച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. തോരനിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക് എടുക്കാം. ഒരു നുള്ള് ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് കുമിൻ സീഡ്. ജസ്റ്റ് ഒന്ന് മിക്സി ക്രഷ് ചെയ്തെടുക്കുക. ചേനയുടെ വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റി വരാനുണ്ട്. അതിനുശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി പാത്രം അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചേനത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.